ഇന്ന് ഞാൻ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ നിന്നിട്ടൊരു പച്ച കളറിലൊരു യൂത്ത് അയക്കണം ഒരു കിട്ടില്ല സാധനം 2009 മോഡൽ സിവിക്ക് ഓൾമോസ്റ്റ് 3 ലക്ഷം രൂപയുടെ താഴെ വണ്ടി മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതും പച്ച കളറിൽ പെയിൻറ്റിങ്, അത് ഓൾമോസ്റ്റ് 50,000 രൂപ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. അലോയ്സിന് നല്ലൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. വാൽവട്രോണിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ പക്ക ക്ലിയർ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. വെറും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഫുൾ സർവീസ് പക്കയായിട്ട് പോണ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റീസ് ഞാൻ എടുത്ത് പറയണത്, ഇതിൻ്റെ ആ ഒരു കീയുടെ കൂടെ തന്നെയാണ് റിമോട്ട് കൺട്രോൾ വരുന്നത് വാൽവട്രോണിക്കിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് കേട്ടോ, ഈ ബോധം പോണ സൗണ്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പഴയ സിവിക്ക് എടുത്തിട്ട് പണിയാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസ് വരും. ഇപ്പോൾ നേരെ മറിച്ച് പണിത് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാം. വണ്ടി ഭയങ്കര രസമായിട്ടാണ് വണ്ടി പണിതിട്ടുള്ളത്. ഇപ്പോൾ ഇൻറ്റീരിയറിൽ അത്രയും എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് അധികം ചെയ്തിട്ടില്ല. മാനുവൽ ഗിയർ ഷിഫ്റ്റാണ് വരുന്നത്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല മെക്കാനിക്കലി വണ്ടി പക്ക ഗുഡായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മൈലേജിൻ്റെ കാര്യമൊന്നും ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം സിവിക്ക് ഇപ്പോൾ ഇത്രയും ഒരു മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയിൽ മൈലേജിൻ്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിലും ബാക്കിലേക്ക് വരാണെങ്കിലും അത്യാവശ്യം സീറ്റ് അപ്പോൾസറിയൊക്കെ അത്ര മോശമല്ല, എന്നാൽ ഒരു സ്പോർട്ടി ലുക്കിലേക്കൊന്നും അല്ല, ഒരു ഫാമിലി രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇൻറ്റീരിയറിൽ ഇപ്പോൾ ആ കൂടെ ആംബിയൻ ലൈറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഡേ ടൈം ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഇതൊരു പുതിയ സാധനം കേട്ടോ, അതായത് സെക്കൻഡ്സ് മേടിച്ചിട്ടുള്ള അലോയ്സോ പഴയത് കൊണ്ടുവന്ന് കയറ്റിയിട്ടുള്ളതല്ല, അവർ ഫ്രഷ് ബ്രാൻഡ് ന്യൂ മേടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ചെറിയൊരു സ്റ്റിക്കറിങ് സിവിക് റേസിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ഇത് നല്ല മാച്ചിങ് ആയിട്ടുണ്ട് വണ്ടിക്ക്. പെയിൻറ്റിങ് ഫുള്ള് വണ്ടിയുടെ ബോഡിയും സ്പോയിലറും കൂടെ ചെയ്ത് ഓൾമോസ്റ്റ് 50,000 രൂപയോളം വന്നു. പിന്നെ ദിവനാണ് നമ്മുടെ മെയിൻ സാധനം. ഈ സാധനം വാൽവട്രോണിക് ആണ്. ഇത് നമുക്ക് റിമോട്ട് കൺട്രോൾഡ് ആയിട്ട് ചെയ്യാവുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സൗണ്ട് ഇതിൻ്റെ ഓണർ കേൾപ്പിച്ചു തന്നു, ബോധം പോണ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്കാണ് വരേണ്ടത്. തൃശ്ശൂർ വാടനപ്പള്ളിയിലാണ് ഇതിൻ്റെ ഓണറുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇവർ ചോദിക്കുന്നത് 5,25,000 രൂപ, 5,4 ലക്ഷം അല്ലെങ്കിൽ 5,20,000. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ റേറ്റിനെ വിട്ടിട്ട് വണ്ടിയുടെ മാർക്കറ്റ് പ്രൈസ് വിട്ടിട്ട് 3 ലക്ഷം രൂപയോളം വണ്ടിയുമ്പോൾ ചിലവാക്കിയിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്. അപ്പോൾ ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം നിങ്ങൾ വിളിക്കുക. നമ്മൾ ഫാമിലി യൂസ്ഡ് വണ്ടികളാണ് കൊണ്ടുവരുന്നത്, ഡീലേഴ്സിൻ്റെ വണ്ടികളല്ല. അപ്പോൾ നേരിട്ട് നമുക്ക് പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഈ വണ്ടി കാണാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് വണ്ടി വാങ്ങാം. വണ്ടി 2009 മോഡൽ, അപ്പോൾ 29 വരെ ഫുൾ പേപ്പറും വണ്ടിയുടെ പക്കയാണ്. സോ കൂടുതൽ ഇതുപോലെയുള്ള വണ്ടികളുടെ വിശേഷങ്ങൾക്ക് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.